കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്ന പ്രസ്താവനയുമായി ശശി തരൂർ വീണ്ടും രംഗത്ത് വരികയാണ്. ദേശീയമായി രണ്ട് കോണിലോട്ടും തിരിഞ്ഞ രണ്ട് പാർട്ടികളാണ് ബി.ജെ.പിയും കോൺഗ്രസും. അതുകൊണ്ട് തന്നെ ബി.ജെ.പിയിൽ ഒരാളെ കോൺഗ്രസ് നേതാവ് പുകഴ്ത്തുക എന്നൊക്കെ പറയുമ്പോൾ അത് ഇച്ചിരി രസമുള്ള കാര്യമൊന്നുമല്ല. യുക്രൈനും റഷ്യയ്ക്കും ഒരുപോലെ സ്വീകാര്യനായ വ്യക്തിയാണ് മോദി എന്നും ലോകസമാധാനം പുനഃസ്ഥാപിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു എന്നും തരൂർ പറഞ്ഞു. ഇതാണ് വീണ്ടും ഒരു വിവാദ ചൂടിലേക്ക് തരൂരിനെ കൊണ്ടെത്തിച്ചത്. സംഘർഷത്തിന്റെ തുടക്കത്തിൽ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിനെ താൻ വിമർശിച്ചിരുന്നു. എന്നാൽ പറഞ്ഞത് തെറ്റായി പോയെന്നും ശശി തരൂർ കൂട്ടിച്ചേർക്കുകയായിരുന്നു. മോദിയുടെ നയത്തെ എതിർത്ത് അബദ്ധമായി പോയെന്നും തരൂർ പറഞ്ഞതാണ് ഇപ്പോൾ വീണ്ടും കോൺഗ്രസ് മുന്നിൽ കോടാലിയായത്. നേരത്തെ പ്രധാനമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനത്തെ പിന്തുണച്ച് ശശി തരൂർ രംഗത്ത് വന്നിരുന്നു. വ്യവസായ മേഖലയിൽ കേരളം കൈവരിച്ച നേട്ടത്തെ പുകഴ്ത്തിയുള്ള തരൂരിന്റെ ലേഖനവും വലിയ വിവാദങ്ങൾക്ക് കാരണക്കാരനായി. ഈ വിഷയത്തെ സംബന്ധിച്ച് തരൂരിന്റെ പ്രതികരണം വന്നിട്ടുണ്ട്. ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. കേട്ടില്ലേ? അത് ശരിക്കും അങ്ങ് മോദിയുടെ ആ ഒരു നയതന്ത്രത്തെ അംഗീകരിക്കുന്ന രീതിയിലാണ് ഇന്നലെ സംസാരിച്ചത്. നോക്കൂ, ഞാൻ എൻ്റെ പാർലമെന്റ് പ്രസംഗത്തിൽ പറഞ്ഞതൊക്കെ റെക്കോർഡിലാണ്. നിങ്ങൾ അവിടെ കേട്ടിട്ടുണ്ടാവും. ഇവിടെ പറഞ്ഞത് റെക്കോർഡിലാണ്. ഞാൻ ഭാരതം പീസ് കീപ്പിംഗ് അല്ല, സമാധാന സുരക്ഷത്തിൽ പങ്കെടുക്കാൻ സാധ്യതയുണ്ട്. ഉറപ്പം നമ്മൾ പറഞ്ഞാൽ നമ്മളുടെ രാജ്യത്ത് റഷ്യയും യുക്രൈനും രണ്ട് രാജ്യങ്ങളൊപ്പം ബന്ധമുണ്ട്. ആ ബന്ധത്തിൻ്റെ അനുസരിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു റിക്വസ്റ്റ് വന്നാൽ ഇന്ത്യക്ക് പങ്കെടുക്കാൻ സാധിക്കും. അത് ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റാൻഡ് അങ്ങനെ ആയിരുന്നില്ല. കാരണം ഞാനാണ് പറഞ്ഞത് UN ചാർട്ടറും സ്റ്റേറ്റ് സോവറിറ്റിയും ഈ ബോർഡേഴ്സിനെ വയലേറ്റ് ചെയ്തതും ഇതിനൊക്കെ നമ്മൾ റഷ്യനെതിരെ നിൽക്കുന്നു. അപ്പോൾ റഷ്യനെതിരെ നിൽക്കാത്ത കാര്യം രണ്ട് ഭാഗത്തും നല്ല സമ്പർക്കമുണ്ട്, അത്രയേ ഉള്ളൂ. ഇത് വലിയൊരു അതിശയമുള്ള കാര്യം. ഞാൻ ഒരു ഭാരതീയനായിട്ട് സംസാരിച്ചൊരു വിഷയമാണ്. പക്ഷെ ഇതിൽ രാഷ്ട്രീയം ഞാൻ കാണുന്നില്ല. ഇതിൽ ഒരു തീരെ ഒരു രാഷ്ട്രീയമായിട്ട് കാണുന്ന വിഷയമല്ല. ഒരു രാഷ്ട്രീയം പറയുന്നില്ല. പാർലമെന്റ്